അടുത്തിടെയാണ് യൂട്യൂബ് ബ്ലോഗറായ കാർത്തിക് സൂര്യ അഗ്നിക്കാവടി എടുക്കുന്ന വീഡിയോയും ചിത്രങ്ങളുമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നത്. 21 ദിവസം നീണ്ടുനിന്ന ശക്തമായ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലായി അഗ്നിക്കാവടി എടുത്തതിന്റെ വിശേഷങ്ങളും അതിനു മുമ്പ് നടത്തിയ ഒരുക്കങ്ങളും അടങ്ങുന്നതായിരുന്നു വീഡിയോകൾ വലിയ രീതിയിൽ വൈറലാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. തെക്കൻ കേരളത്തിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് അഗ്നിക്കാവടി എടുക്കുന്നത്. കാപ്പണിഞ്ഞ സ്വാമിമാർ അഗ്നിയിലൂടെ കാവടിയെടുക്കുന്നത് നടക്കുന്നതുമെല്ലാം ചടങ്ങിന്റെ പ്രത്യേകതയാണ്. കാർത്തിക് ഇത്തരത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും അഗ്നിയിലൂടെ അനായാസം തുള്ളുന്നതുമെല്ലാം കാർത്തിക് പങ്കുവച്ച വീഡിയോയിൽ കാണാമായിരുന്നു. ഒപ്പം കാർത്തിക് കവളിൽ ശൂലം കുത്തുന്നതും വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ സെലിബ്രിറ്റി എന്ന നിലയിൽ അഗ്നിക്കാവടിയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേർ കാർത്തിക് സൂര്യയെ അനുകൂലിച്ചും ഒരു വിഭാഗം പ്രതികൂലിച്ചും എത്തിയിരുന്നു. ഇപ്പോഴത്തെ തനിക്കെതിരെ വന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് കാർത്തിക് സൂര്യ. തന്നെ പൊങ്കാലയിടുന്നവരോട് ഇതൊന്നും പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല എന്നാണ് താൻ എന്തുകൊണ്ടാണ് അഗ്നിക്കാവടി എടുത്തുവെന്നത് വിശദീകരിച്ച് പറഞ്ഞത്. താൻ വിശ്വാസിയാണ് എന്നും 16-ാം വയസ്സിൽ ആദ്യ വേൽക്കാവടി എടുത്ത ശേഷം പിന്നീട് പഠനവും കാര്യങ്ങളുമായി മുന്നോട്ട് പോയി എന്നും കാർത്തിക് സൂര്യ പറയുന്നു. മലേഷ്യയിലെ ബാഡു കേവ്സ് എന്ന സ്ഥലത്ത് ഒരു മുരുക ക്ഷേത്രമുണ്ട്. വലിയ മലയിലൂടെ 272 പടി കയറി വേണം മുരുകനെ കാണാൻ. അവിടെ എത്തിയപ്പോൾ മനസ്സ് ഭയങ്കരമായി കൂളായി. അന്നാണ് വേൽകുത്തി അഗ്നിക്കാവടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിയത് എന്നും കാർത്തിക് സൂര്യ പറയുന്നുണ്ട്. പിന്നീട് നാട്ടിൽ വന്ന ശേഷം തൈപ്പൂയം എന്നാണെന്ന് നോക്കി തന്റെ ഷെഡ്യൂൾ അനുസരിച്ച് ക്രമീകരിച്ച് 21 ദിവസത്തെ വ്രതമെടുത്തു. അന്നായിരുന്നു തന്റെ ആദ്യത്തെ അഗ്നിക്കാവടി എന്നും താരം പറയുന്നുണ്ട്. കാവടിക്ക് വ്രതമെടുത്ത് നിൽക്കുമ്പോൾ ശരീരം അത്രയും ശുദ്ധമായാണ് സൂക്ഷിക്കുന്നത്. അപ്പോഴത്തെ ഏക ലക്ഷ്യം കാവടിയും വേലുമെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നതാണ്. 16-ാമത്തെ വയസ്സിൽ വ്രതത്തിന്റെ തുടക്കത്തിൽ തനിക്ക് അനുഗ്രഹമൊന്നും കിട്ടിയില്ല. അന്ന് താൻ 71 ദിവസത്തെ വ്രതമാണ് എടുത്തത്. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് തനിയെ വരുന്നതാണ് അത്തരത്തിലുള്ള വികാരമെന്നും അപ്പോഴുണ്ടാകുന്ന മാനസിക സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്നും അത് അനുഭവിച്ചിട്ടില്ലാത്തവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല എന്നുമാണ് കാർത്തിക് സൂര്യ അഗ്നിക്കാവടി എടുത്തപ്പോഴുള്ള അനുഭവം പങ്കിട്ട് പറഞ്ഞത്. 6 വർഷത്തോളമായി യൂട്യൂബിൽ സജീവമാണ് കാർത്തിക് സൂര്യ. 20 ലക്ഷത്തോളം ആളുകളാണ് കാർത്തിക് സൂര്യ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗറായ കാർത്തിക് സൂര്യ തന്റെ വീട്ടുവിശേഷങ്ങൾ, യാത്ര, ജീവിതത്തിലെ വിശേഷങ്ങൾ, പരാജയങ്ങൾ എന്നിവയെല്ലാം തന്റെ ബ്ലോഗിലൂടെ ആരാധകരോട് പറയാറുണ്ട്. കാർത്തിക് സൂര്യയുടെ വ്ലോഗുകൾ എപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിംഗ് ഇടം പിടിക്കാറുണ്ട്. നിലവിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലെ അവതാരകനാണ് കാർത്തിക് സൂര്യ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.